നമസ്കാരം. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബിജു മേനോൻ, ജോസു ജോർജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വലതുവശത്തെ കള്ളൻ. നമുക്ക് കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല, ആദ്യം തന്നെ കിടക്കാം. ഇതിന്റെ സ്റ്റോറി ലൈൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് കുറച്ച് ഡെപ്തുള്ള എന്നാൽ കുറച്ചധികം ട്വിസ്റ്റും ടേൺസും ഉള്ള ഒരു ഫസ്റ്റ് ഹാഫ് കാണാൻ പറ്റി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സാധാരണയായി ജീത്തു ജോസഫ് ത്രില്ലർ സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു പ്ലോട്ടുണ്ട് ഈ പടത്തിന്. അത് നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ വലതുവശത്തെ കള്ളൻ എന്നുള്ളത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളതൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. മേജർ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആണ് ഈ പടം. എന്നാൽ പോലും ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കാരണം ഓൾറെഡി കൺവേഡ് ആണ് കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് പോലും അതിട്ട് ഇങ്ങനെ നീട്ടുന്നത് പോലെ തോന്നി. സ്റ്റോറി ലൈൻ പെർഫെക്റ്റ് ആണ്, നല്ല സാധനമാണ്. അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളുണ്ട്, അത്യാവശ്യം നല്ല ടേൺസ് ഉണ്ട് പടത്തിൽ. അത് നല്ല രസത്തിൽ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ബിജു മേനോൻ, ജോജു ജോർജ് രണ്ടുപേരും അടിപൊളിയാണ്. പക്ഷേ കൂടെ നിൽക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളായിട്ട് വിളിക്കുന്നവരൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് തോന്നുന്നു, ഭയങ്കര ഓവറായിട്ട് തോന്നുന്നുണ്ട്. ചിലർ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് പടത്തിൽ. ആൻഡ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ അബ്ഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ അബ്ഡക്ഷനിൽ ആർക്കാണ് പങ്ക്, അല്ലെങ്കിൽ ആ തട്ടിക്കൊണ്ടുപോലെ എന്താണ്, അത് കൊലപാതകമാണോ മിസ്റ്ററി ആണോ, അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ സിനിമ സംസാരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രധാന ഒരു BGM വൈസ് നല്ല രസമുണ്ട്, സിനിമാറ്റോഗ്രാഫിയും കുഴപ്പമില്ല, നൈസാണ്. പക്ഷേ ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ, ഈ പ്രധാന രണ്ട് ആർട്ടിസ്റ്റുകളായ ബിജു മേനോനും ജോജു ജോർജ്, അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ഇതൊരു ഫസ്റ്റ് ഹാഫിൽ നല്ല രസത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ പോലും ചിലയിടത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡയലോഗുകൾ, സംഭാഷണങ്ങൾ കുറച്ചധികം പ്രശ്നമാണ്. അതായത് ചിലയിടത്ത് നമുക്ക് ഇത് ഭയങ്കര നാടകീയതയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ. പക്ഷേ എല്ലാം ഈ സ്റ്റോറി ലൈൻ കൊള്ളാവുന്നത് കൊണ്ട് ഇതിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നത് പറയത്തില്ല. ബാക്കി ഇതിൻ്റെ ഡയലോഗ്സ് ചിലർക്ക് ശോകമാണ്, ചിലരുടെ ഡയലോഗ് ഡെലിവറി നല്ല ശോകമാണ്. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറി ലൈനും നല്ല രീതിയിൽ ഇത് പോകുന്നത് കൊണ്ട് മാത്രം ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫ്ലിക്കാണ്. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിന് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു രസമുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ അയ്യോ ഇത് മൊത്തം പറഞ്ഞ് തീർന്നല്ലോ എന്ന് തോന്നുന്നിടത്ത് ഇനി എന്താണ് സെക്കൻഡ് ഹാഫിലേക്ക് അവർ കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. ആൻഡ് ജീത്തു ജോസഫിൻ്റെ കഴിഞ്ഞ പടം അത് വേണ്ട രീതിയിൽ വർക്കായില്ല, മിറാശായിരുന്നു ആ സിനിമ. അതിൽ നിന്നും വലതുവശത്തെ കള്ളനിലേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് സീംസ് എ ഗുഡ് വൺ, അതാണ് എടുത്ത് പറയേണ്ടത്. രസമായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. പക്ഷേ കുറച്ച് ട്രിം ചെയ്യാമായിരുന്നു. ഭയങ്കര ഒരേ കാര്യത്തിന് കുറേ സമയം റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ തോന്നി. ചിലത് അനാവശ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് പോലെ തോന്നി. ആ ട്രാക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അതിന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും ഇനി അതിന് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ടിൽ നൗ ഇതാണ് അവസ്ഥ. ബട്ട് ആസ് എ ജീത്തു ജോസഫ് ഒരു ത്രില്ലർ ഓഡിയൻസ് ഫാൻ എന്ന രീതിയിൽ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, രസമുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥയും കൊള്ളാം, സ്ക്രീൻ പ്ലേയും നല്ല രസമുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ കട്ട് ഷോട്ട് കുറച്ച് എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ്. ആൻഡ് പെർഫോമൻസ് ബിജു മേനോൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ തന്നെ ബിജു മേനോനെ കാണുന്നില്ലേ, ഓരോ പടങ്ങൾ കാണുന്നതോറും പുള്ളി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൽ ഒരു സിനിമയായിട്ട് തന്നെ ഇതും വിളിക്കപ്പെടാം. ടു ബി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ജോജു ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ജോജു ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോഴും ഭയങ്കര രസമാണ്. ആ ഒരു ട്രാക്ക് ജോജുവിൽ ഭയങ്കര ഗംഭീരമായിട്ട് വരും. അതിൽ ജോജുവിന് എന്ന പെർഫോമറെയും ഭയങ്കര രസമായിട്ട് കാണാൻ സാധിക്കും. അത് ഇതിലും നമുക്ക് എവിഡൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതാണ് വലതുവശത്തെ കള്ളിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഓഡിയൻസ് ഇനി എന്തെങ്കിലും സസ്പെൻസ് ട്വിസ്റ്റൊക്കെ വെയിറ്റിംഗ് ആയിട്ട് ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്.